നമസ്കാരം. ഹൈറേഞ്ച് വാർത്തയിലേക്ക് സ്വാഗതം. ആദ്യം പ്രധാന വാർത്തകളിലേക്ക്. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാറിലെ CPM പ്രാദേശിക നേതൃത്വം. എസ് രാജേന്ദ്രൻ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് CPM മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയൻ. പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ആരോപണം. കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലിയിൽ വിട്ടൊഴിയാതെ കാട്ടാന ഭീതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന ജനവാസ മേഖലയ്ക്ക് സമീപം വരെ എത്തി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി രാജിവെച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസിന് രാജി സമർപ്പിച്ചത് മുന്നണി ധാരണ പ്രകാരം 3.5 വർഷം പൂർത്തിയാക്കിയതോടെ. തേക്കടി കനാലിൽ കാണാതായ ആദിവാസി യുവാവ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. മൃതദേഹം കണ്ടെത്തിയത് അഗ്നിശമന സേനയും പോലീസും നടത്തിയ തിരച്ചിലിൽ. രാജേഷിനെ കാണാതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട്. വിശദമായ വാർത്തകളിലേക്ക്. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാറിലെ CPM പ്രാദേശിക നേതൃത്വം. എസ് രാജേന്ദ്രൻ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് CPM മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയൻ. അത് അനുവദിക്കാൻ കഴിയില്ല. രാജേന്ദ്രൻ കള്ളപ്രചരണം നടത്തുകയാണ്. പാർട്ടിയിൽ ചേർന്ന് പ്രവർത്തിക്കാൻ രാജേന്ദ്രന് അവസരം നൽകി. ഇപ്പോഴും പാർട്ടിയിലെത്തി പ്രവർത്തിക്കാൻ അവസരമുണ്ട്. എന്നാൽ പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും അത് അംഗീകരിക്കാൻ കഴിയില്ലെന്നും KK വിജയൻ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. രാജേന്ദ്രൻ വ്യക്തിപരമായിട്ട് ഞങ്ങൾ ഇതുവരെയായിട്ടും ഈ പാർട്ടി ഏരിയ കമ്മിറ്റി തേജോവധം ചെയ്യുന്ന രീതിയിൽ ഒരു വാക്കോ ഒരു പ്രവൃത്തിയോ ഒരു പത്രസമ്മേളനങ്ങളോ നടത്തിയിട്ടില്ല. കാരണം ഇപ്പോൾ ഈ പത്രസമ്മേളനം നടത്താനുള്ള കാരണം നിരന്തരമായി പാർട്ടി പുള്ളിനെ ആക്ഷേപിക്കുന്നു, ആക്രമിക്കുന്നു. അങ്ങനെ ഒരു സഹതാപ തരംഗം ഉണ്ടാക്കി രാജേന്ദ്രൻ ഒരു സഹതാപത്തിൽ കൂടി വേറെ എന്തെങ്കിലും ഉദ്ദേശിച്ചിട്ടുണ്ടാവാം. അത് പാർട്ടിയുടെ ചെലവിൽ വേണ്ട. വേറെ എന്തെങ്കിലും വ്യക്തിപരമായിട്ട് ആളുകൾക്ക് എന്ത് വേണമെങ്കിലും ചിന്തിക്കാനുള്ള അവകാശമുണ്ട്. അത് അങ്ങനെയുണ്ടെങ്കിൽ അതൊക്കെ അവനവൻ്റെ ഇഷ്ടത്തിന് പോകാമെന്നല്ലാതെ ഈ പാർട്ടിയെ ചാരിക്കൊണ്ട് വേറെ ഇടപെടലൊന്നും നടത്താൻ പാർട്ടി ഒരു കാരണവശാലും അനുവദിക്കില്ല. ഞങ്ങളിവിടെ ഒരു ആരുടെ കൂടെ നിൽക്കുന്ന ആളുകളെയും ആക്രമിക്കാറില്ല. ഇവിടെ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ മൂന്നാർ പ്രദേശത്ത് രാഷ്ട്രീയപരമായിട്ട് എന്തെങ്കിലും ഒരു വഴക്ക് നടന്നിട്ടുണ്ടോ? കുറേ കാലങ്ങളായിട്ടില്ല. ഞങ്ങൾ സമാധാനപരമായിട്ട് തന്നെയാണ് ഇവിടെ പാർട്ടി പ്രവർത്തനം നടക്കുന്നത്. ഈ തെരഞ്ഞെടുപ്പിന് പോലും ഒരു വഴക്കോ അങ്ങോട്ടും ഒരു പ്രശ്നങ്ങൾ പോലും ഉണ്ടായിട്ടില്ല. അതിൻ്റെയൊക്കെ ഉള്ളിൽ നിന്നുകൊണ്ടാണ് ഇപ്പോൾ രാജേന്ദ്രൻ ഇങ്ങനെ പറയുന്നത്. എൻ്റെ കൂടെ നിൽക്കുന്ന ആളുകളെ CPMകാർ ആക്രമിക്കുകയാണെന്ന് ഉള്ള കള്ളപ്രചരണം. അത് ഈ പാർട്ടിയിൽ നിൽക്കുന്ന ആളുകളുടെ സഹതാപം പിടിച്ചു പറ്റുന്നതിന് വേണ്ടിയിട്ടുള്ളൊരു നടപടിയാണെന്നാണ് ഞങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റിയത്. അതുമാതിരി പാർട്ടി ജില്ലാ സെക്രട്ടേറിയറ്റ് അംഗം KVSനെ ഇൻഡിവിജ്വലായി കൈകാര്യം ചെയ്യുന്ന രീതിയിലുള്ള സംസാരമാണ് ചാനലുകളിലൊക്കെ വരുന്നത്. അങ്ങനെയൊന്നും വർത്താനം പറയേണ്ട കാര്യമില്ല. ഒരു കാരണവശാലും അതിനെ അനുവദിക്കുന്ന കാര്യമില്ല. അങ്ങനെ അനുവദിക്കുന്ന ഒരു പ്രശ്നം ഇനി ഉദിക്കുന്നില്ല. അങ്ങനെ ഇവിടെ ഒരു പാർട്ടി ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. രാജേന്ദ്രന് ഇനിയും സാഹചര്യമുണ്ട്. പ്രവർത്തിക്കണമെങ്കിൽ ഈ പാർട്ടിയിൽ വന്ന് പ്രവർത്തിക്കാനുള്ള എല്ലാ സാഹചര്യങ്ങളും ഇനിയുമുണ്ട്. വേണമെങ്കിൽ വന്ന് പ്രവർത്തിക്കാം. അല്ലാതെ ഈ പാർട്ടിയിൽ ഒരു കുഴപ്പമുണ്ടാക്കിക്കൊണ്ട് പുറത്തു പോകാനാണ് ഉദ്ദേശിക്കുകയെങ്കിൽ ഈ പാർട്ടീനെ ചാരി നിന്നുകൊണ്ട് പുറത്തു പോകാനുള്ള നടപടിയായിട്ട് പോകാൻ അങ്ങനെ ഉണ്ടെങ്കിൽ ഈ പാർട്ടി ഒരു കാരണവശാലും സമ്മതിക്കുന്ന പ്രശ്നമില്ല. കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലിയിൽ വീണ്ടും കാട്ടാന ഭീതി പരത്തുന്നു. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന ജനവാസ മേഖലയ്ക്ക് സമീപം എത്തിയത് ആശങ്ക പരത്തി. കുട്ടികളാണ് ആനയെ ആദ്യം കണ്ടത്. ജനവാസ മേഖലയുമായി വനാതിർത്തി പങ്കിടുന്ന സ്ഥലമാണ് കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവല. അടുത്ത നാളുകളായി മേഖലയിൽ കാട്ടാനയുടെ ശല്യം രൂക്ഷമായിരിക്കുകയാണ്. തുടർച്ചയായി 3ാം തവണയാണ് മേഖലയിൽ കാട്ടാന എത്തുന്നത്. ജനവാസ മേഖലയ്ക്ക് അടുത്തുവരെ കാട്ടാനയെത്തി. സമീപത്തുണ്ടായിരുന്ന തങ്ങളാണ് ആനയെ ആദ്യം കണ്ടതെന്ന് കുട്ടികൾ പറഞ്ഞു. ആദ്യം കണ്ടത് അനിയത്തിയായിരുന്നു. അവളെ ആദ്യം വിളിച്ചു പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാം നോക്കിയപ്പം ആന ഇവിടെ നിൽപ്പുണ്ടായിരുന്നു. അതായത് ഞാൻ അടുത്തുള്ള കൂട്ടുകാരെയും വിളിച്ചു പറഞ്ഞപ്പം അവൻ ചാടി ഇറങ്ങി നോക്കിയപ്പോൾ ആന ഇവിടെ വന്ന് നിൽപ്പുണ്ടായിരുന്നു. ഇത് ഞങ്ങളിപ്പോൾ രാവിലെ ഇപ്പോൾ അവധിയായിട്ട് കളിക്കാൻ പോലും ഇറങ്ങാനുള്ള പറ്റത്തില്ല. അപ്പോൾ ഇതിന് വേണ്ട നടപടികളൊക്കെ എടുക്കണം. പകൽ സമയത്ത് പോലും കാട്ടാന മേഖലയിലേക്ക് കടന്നു വരുന്നത് വലിയ ഭീഷണിയാണ് ഉയർത്തുന്നതെന്നും പ്രദേശവാസികൾ പറയുന്നു. എൻ്റെ വീടിൻ്റെ അടുത്തുള്ള കൂട്ടുകാരൻ്റെ അനിയത്തിയാണ് ആദ്യമേ കണ്ടത്. അവൻ എന്നെ വിളിച്ചു പറഞ്ഞപ്പോൾ എൻ്റെ വീടിൻ്റെ നേരെ ഫ്രണ്ടിൽ അടുത്തായിട്ട് വന്നായിരുന്നു. ഞാൻ പെട്ടെന്ന് ഇറങ്ങി നോക്കിയപ്പം വീടിൻ്റെ ഫ്രണ്ടിൽ നിൽക്കുകയായിരുന്നു ആന. ഞാൻ പേടിച്ച് ഓടി. അങ്ങനെ ഞങ്ങൾക്ക് അവധിക്കാലം ആയതുകൊണ്ട് വെളിയിൽ കളിക്കാനൊക്കെ ഇറങ്ങുമ്പോഴും പേടിയാണ്. അച്ഛനും പണിയാനൊക്കെ പോകുമ്പോഴും ഞങ്ങൾ ഒറ്റയ്ക്കാണ് വീട്ടിലിരിക്കുന്നത്. അതുകൊണ്ട് പേടിയൊക്കെയാണ്. കഴിഞ്ഞ ദിവസമാണല്ലോ ഒരു ചേട്ടൻ ഫോൺ വിളിച്ചിട്ട് പുറകിൽ ആന വന്നു. കഴിഞ്ഞ ദിവസവും കൂടെ വന്നതേ ഉള്ളൂ.
അടിയന്തരമായി അധികൃതർ ശ്രദ്ധ ചെലുത്തി കാട്ടാന ഭീഷണിക്ക് അറുതി വരുത്തണമെന്നാണ് ഉയരുന്ന ആവശ്യം. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി രാജിവെച്ചു. മുന്നണി ധാരണ പ്രകാരം 3.5 വർഷം പൂർത്തിയാക്കിയാണ് പഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസിന് രാജി സമർപ്പിച്ചത്. മുന്നണി ധാരണ പ്രകാരം 3.5 വർഷം പൂർത്തിയാക്കിയ ശേഷമാണ് സെക്രട്ടറി അജി കെ തോമസിന് മുമ്പാകെ സാലി ജോളി രാജി നൽകിയത്. LDF ധാരണ പ്രകാരം CPM-ന് 3.5 വർഷവും CPI-ക്ക് 1.5 വർഷവുമാണ് വൈസ് പ്രസിഡന്റ് സ്ഥാനം. ലഭിച്ച കാലയളവിൽ വിവിധ വികസന പ്രവർത്തനങ്ങൾ ചെയ്യാൻ സാധിച്ചെന്നും ഗ്രാമപഞ്ചായത്ത് അംഗമെന്ന നിലയിൽ ഇനിയും മാതൃകാപരമായ പ്രവർത്തനങ്ങളിലൂടെ പഞ്ചായത്തിനൊപ്പം ഉണ്ടാകുമെന്നും സാലി ജോളി പറഞ്ഞു. കാഞ്ചിയാർ പഞ്ചായത്തിൽ LDF മുന്നണി ധാരണ പ്രകാരം പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സ്ഥാനം ഞാനിന്ന് രാജിവെച്ചിരിക്കുകയാണ്. നമ്മുടെ ഭരണസമിതി അധികാരത്തിൽ വന്നതിന് ശേഷം ഉദ്യോഗസ്ഥരുടെയും മുഴുവൻ ഭരണസമിതി അംഗങ്ങളുടെയും പൂർണ്ണമായ പിന്തുണയും സപ്പോർട്ടോടും കൂടിയാണ് ഈ ഒരു കാലയളവിലുള്ള ഭരണം മുന്നോട്ട് പോയിട്ടുള്ളത്. പഞ്ചായത്തിന് സമഗ്രമായ വികസന ലക്ഷ്യം വെച്ചുകൊണ്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കുവാനും അതുപോലെ തന്നെ അത് നടപ്പിലാക്കുവാനും ഭരണസമിതിയുടെയും ഉദ്യോഗസ്ഥരുടെയും നല്ല സപ്പോർട്ടാണ് ഉണ്ടായിട്ടുള്ളത്. ഈ ഒരു കാലയളവിലാണ് നമുക്ക് കോവിഡും അതുപോലെ തന്നെ 2 പ്രളയങ്ങളുമെല്ലാം കടന്നു പോകേണ്ടി വന്നത്. ഈ ഒരു സമയമൊക്കെ ഈ ഒരു ഘട്ടങ്ങളിലെല്ലാം നമ്മുടെ പൊതുജനങ്ങളോടൊപ്പം നിന്നുകൊണ്ട് ഇതിനെയെല്ലാം മറികടക്കുവാനുള്ള വലിയൊരു പ്രവർത്തനമാണ് പഞ്ചായത്ത് ഭരണസമിതി അന്ന് ഏറ്റെടുത്തത്. അതിൻ്റെയൊക്കെ ഭാഗമാകുവാനും അതുപോലെ തന്നെ ജനങ്ങളുടെ കൂടെ നിന്നുകൊണ്ട് ഇത്തരത്തിലുള്ള വിഷമഘട്ടങ്ങളിൽ ജനങ്ങളോടൊപ്പം നിൽക്കുവാനും സാധിച്ചു എന്നുള്ളത് വളരെ അഭിമാനകരമായിട്ടുള്ള കാര്യമായിട്ടാണ് കരുതുന്നത്. ഈ കഴിഞ്ഞ വർഷങ്ങളിലെല്ലാം തന്നെ കാഞ്ചിയാർ പഞ്ചായത്ത് കരംപിരിവിൽ 100% എത്താനായിട്ട് സാധിച്ചിട്ടുണ്ട്. ഈ സമയങ്ങളിലൊക്കെ എനിക്ക് പ്രത്യേകം പറയാനുള്ളത് ഭരണസമിതി അംഗങ്ങളെല്ലാവരും ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് മറ്റ് വിഭാഗീയ ചിന്തകൾക്കൊക്കെ അതീതമായിട്ട് ഒറ്റക്കെട്ടായി നിന്നുകൊണ്ടുള്ളൊരു പ്രവർത്തനങ്ങൾക്കാണ് നേതൃത്വം കൊടുത്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ പഞ്ചായത്തിൻ്റെ ഒരു പരിധിവരെ വികസനത്തിൻ്റെ പാതയിൽ നമുക്ക് ലഭ്യമായ ഫണ്ടിനുള്ളിൽ നിന്നുകൊണ്ട് പരമാവധി ഒരു വികസന പ്രവർത്തനങ്ങളിലേക്ക് എത്തുവാനായിട്ട് കഴിഞ്ഞിട്ടുണ്ടെന്നാണ് പൂർണ്ണമായി ഞാൻ വിശ്വസിക്കുന്നത്. CPM 5, CPI 3, കോൺഗ്രസ് 6, കേരള കോൺഗ്രസ് മാണി വിഭാഗം 1, BJP 1 എന്നിങ്ങനെയാണ് പഞ്ചായത്തിലെ കക്ഷിനില. ഇനി CPI-യുടെ ഭാഗത്തു നിന്നുള്ള പഞ്ചായത്ത് അംഗമാകും പദവി അലങ്കരിക്കുക. തേക്കടി കനാലിൽ കാണാതായ ആദിവാസി യുവാവ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. അഗ്നിശമന സേനയും പോലീസും നടത്തിയ തിരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത്. കഴിഞ്ഞ ദിവസം വൈകിട്ടാണ് രാജേഷിനെ കാണാതായത്. രാജേഷും പിതാവും അടങ്ങുന്ന സംഘം തേക്കടിയിൽ നിന്ന് തമിഴ്നാട് വെള്ളം കൊണ്ടുപോകുന്ന കനാലിൽ മീൻ പിടിക്കാനായി ഒത്തുകൂടിയതായിരുന്നു. വൈകിട്ട് രാജേഷ് കനാലിലേക്ക് വീണു. തുടർന്ന് നാട്ടുകാരും പോലീസും അഗ്നിശമന സേനയും തിരച്ചിൽ നടത്തിയെങ്കിലും മൃതദേഹം കണ്ടെത്താനായില്ല. രാത്രിയിൽ നിർത്തിയ തിരച്ചിൽ രാവിലെ വീണ്ടും പുനരാരംഭിക്കുകയായിരുന്നു. ഇതിനിടയിലാണ് മൃതദേഹം കണ്ടെത്തിയത്. 7 വയസ്സുള്ള ബാലനെ വീടിന് സമീപമുള്ള അയൽവാസിയുടെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തി. ഇടിഞ്ഞമല മണിക്കട താന്നിവേലിൽ റോബിന്റെ മകൻ ദാവൂദ് റിയാൻ റോബിനാണ് മരിച്ചത്. കുട്ടിയെ വൈകുന്നേരം 4 മണി മുതൽ കാണുവാനില്ലായിരുന്നു. തങ്കമണി പോലീസും നാട്ടുകാരും ചേർന്ന് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് കുട്ടിയെ പടുതാക്കുളത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഇനി HCN വാർത്താ പരമ്പര കുരുക്കഴിയാത്ത കട്ടപ്പന. കട്ടപ്പനയെ ഞെരുക്കുന്ന ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ ഗതാഗത പരിഷ്കരണം വേണമെന്ന് വ്യാപാരികൾ. ടൗണിലെത്തുന്നവർക്ക് വാഹനമിടാൻ സംവിധാനം ഒരുക്കുന്നതിനൊപ്പം ആളുകൾ ബൈ റോഡുകൾ ഉപയോഗിക്കാൻ വേണ്ട നടപടികൾ സ്വീകരിക്കുകയും ചെയ്യണമെന്ന് വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ആവശ്യപ്പെട്ടു. നിരന്തരമുണ്ടാകുന്ന ഗതാഗത കുരുക്കിൽ വീർപ്പുമുട്ടുകയാണ് കട്ടപ്പന. ഇത് വ്യാപാരികളെയും പ്രതിസന്ധിയിലാക്കുന്നുണ്ട്. വിവിധ സാധന സാമഗ്രികൾ വാങ്ങുവാൻ ടൗണിലേക്ക് എത്തുന്നവർക്ക് വാഹനമിടാൻ സംവിധാനം ഇല്ലാത്തതാണ് പ്രധാന പ്രതിസന്ധി. കൂടാതെ ടൗണിന്റെ ഹൃദയഭാഗത്തേക്ക് അമിതമായി വാഹനങ്ങൾ എത്തുന്നത് വലിയ ഗതാഗത കുരുക്കിനാണ് വഴിവെക്കുന്നത്. പലപ്പോഴും ഗതാഗത കുരുക്കിനിടയിൽ വാഹനങ്ങൾ തമ്മിൽ ഉരസുന്നതും അതുമായി ബന്ധപ്പെട്ട് തർക്കങ്ങൾ ഉണ്ടാകുന്നതും പതിവാണ്. നഗരസഭ ഇക്കാര്യങ്ങൾ ഗൗരവമായി കാണുകയും അടിയന്തര നടപടി സ്വീകരിക്കുകയും ചെയ്യണമെന്ന വ്യാപാരി വ്യവസായ ഏകോപന സമിതി ജില്ലാ വൈസ് പ്രസിഡന്റ് സിബി കൊല്ലംകുടി ആവശ്യപ്പെട്ടു. കട്ടപ്പനയിലെ ഗതാഗത കുരുക്ക് സംബന്ധിച്ച ഗൗരവതരമായ ഒരു ചർച്ച HCN ന്യൂസ് തുടങ്ങി വെച്ചതായി അറിയുന്നു. വളരെ പ്രധാനപ്പെട്ട കാലോചിതമായ ഒരു ചർച്ച തന്നെയാണത്. കട്ടപ്പനയിലെ വ്യാപാര മേഖലയെ സംബന്ധിച്ച് വളരെ ഗുരുതരമായ പ്രശ്നങ്ങൾ സൃഷ്ടിക്കുന്ന ഒരു പ്രശ്നം തന്നെയാണ് ഗതാഗതക്കുരുക്ക്.
10-15 വർഷം മുമ്പുള്ള കട്ടപ്പനയല്ല ഇന്നുള്ളത്. കട്ടപ്പന ഒരു വലിയ പട്ടണമായി, ഇടുക്കി ജില്ലയിലെ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പട്ടണമായി മാറിക്കഴിഞ്ഞിട്ടുണ്ട്. ഈ സാഹചര്യത്തിൽ ചില പുനരാലോചനകൾ ആവശ്യമായി വരുന്നു എന്നുള്ളത് ശ്രദ്ധേയമായൊരു കാര്യം തന്നെയാണ്. കട്ടപ്പനയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും അശോക ജംഗ്ഷൻ ചുറ്റി സെൻട്രൽ ജംഗ്ഷൻ കടന്ന് പോകണം എന്ന് നിർബന്ധം പിടിക്കുന്ന ഒരു സമീപനത്തോട് യോജിക്കാൻ പറ്റില്ല. കാലോചിതമായി കട്ടപ്പന പട്ടണത്തിൻ്റെ വളർച്ചയ്ക്ക് ആനുപാതികമായി പുതിയ ബൈപ്പാസ് റോഡുകൾ, പുതിയ റിംഗ് റോഡുകൾ ക്രമീകരിച്ചുകൊണ്ട് കട്ടപ്പനയിലെ ഗതാഗത കുരുക്ക് പരിഹരിക്കുകയും അതുവഴി കട്ടപ്പനയിലെത്തുന്ന വ്യാപാരികൾക്ക് സുഗമമായി ടൗണിൽ വാഹനങ്ങൾ നിർത്തി പാർക്ക് ചെയ്ത് സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ ഒരു ക്രമീകരണം ചെയ്തൊരുക്കുകയുമാണ് അധികൃതർ ചെയ്യേണ്ടത്. എല്ലാ വാഹനങ്ങളും ടൗണിൻ്റെ ഹൃദയഭാഗത്തൂടെ കയറി ഇറങ്ങുന്നതുകൊണ്ട് ടൗണിൽ സാധനങ്ങൾ വാങ്ങാൻ എത്തുന്ന കസ്റ്റമേഴ്സിന് അവരുടെ വാഹനങ്ങൾ വഴിയരികിലൊന്ന് ഒതുക്കാനോ കടയിൽ കയറി സാധനം വാങ്ങാനോ സാധിക്കാത്ത ഒരു ഗുരുതരമായ സ്ഥിതിവിശേഷം ഇന്ന് രൂപപ്പെട്ടിരിക്കുകയാണ്. ഇതിന് പരിഹാരം ഉണ്ടായേ പറ്റൂ. കട്ടപ്പന വഴി യാത്ര ചെയ്യുന്ന എല്ലാ ആളുകളും കട്ടപ്പനയിൽ സാധനങ്ങൾ വാങ്ങാനോ അല്ലെങ്കിൽ പർച്ചേസ് ചെയ്യാനോ വരുന്ന ആളുകളല്ല. ദീർഘയാത്ര ചെയ്യുന്ന ആളുകൾക്ക് അല്ലെങ്കിൽ ദീർഘയാത്ര പോകുന്ന വാഹനങ്ങൾക്ക് സുഗമമായി പോകാൻ ആവശ്യമായ ഒരു ക്രമീകൃതമായ ബൈപ്പാസ് സംവിധാനങ്ങൾ, റിംഗ് റോഡുകൾ ഒരുക്കിയാൽ തീർച്ചയായും ഈ ഗതാഗത കുരുക്കിന് നല്ലൊരു പരിധിവരെ പരിഹാരമുണ്ടാകാൻ സാധിക്കും എന്നാണ് വ്യാപാരി സംഘടന നേതൃത്വത്തിലിരിക്കുന്ന ഒരാളെന്നുള്ള നിലയിൽ ഞാൻ മനസ്സിലാക്കുന്നതും ഞാൻ ആശയം മുന്നോട്ട് വയ്ക്കുന്നത്. വെള്ളയാങ്കുടിയിൽ നിന്നും ITI ജംഗ്ഷനിലെത്തി അവിടുന്ന് പള്ളിക്കവലയിൽ വഴി ബൈപ്പാസ് റോഡിലേക്ക് കടക്കാവുന്ന രീതിയിൽ ഒരു മെച്ചപ്പെട്ട റോഡ് സംവിധാനം ഉണ്ടായാൽ തീർച്ചയായും കോട്ടയത്ത് നിന്ന് കുട്ടിക്കാനം ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഇടുക്കിയിൽ നിന്ന് വരുന്ന വാഹനങ്ങൾക്കും ഒക്കെ അതേറെ പ്രയോജനപ്രദമായിരിക്കും എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാകുന്നത്. അതുകൊണ്ട് തന്നെ അധികാരികൾ, കട്ടപ്പനയിലെ നഗരസഭാ അധികൃതരും ബഹുമാനപ്പെട്ട റോഷി അഗസ്റ്റിൻ മിനിസ്റ്റർ അടക്കമുള്ള ഭരണാധികാരികളും കട്ടപ്പനയിലെ പൊതുപ്രവർത്തകരും ഈ യാഥാർത്ഥ്യം മനസ്സിലാക്കി എത്രയും വേഗം നമ്മുടെ ബൈപ്പാസ് റോഡുകളിൽ കൂടുതൽ ഗതാഗത യോഗ്യമാക്കി അല്ലെങ്കിൽ കൂടുതൽ ആധുനീകരിച്ച് ഗതാഗത യോഗ്യമാക്കി കട്ടപ്പനയിലെ ഗതാഗത പ്രശ്നത്തിന് ശാശ്വതമായ ഒരു പരിഹാരം ഉണ്ടാക്കുകയും കട്ടപ്പനയിലെത്തുന്ന കസ്റ്റമേഴ്സിന് വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ തന്നെ അല്ലെങ്കിൽ അതിനോട് ചേർന്ന് വാഹനം നിർത്തി സാധനങ്ങൾ വാങ്ങാൻ ആവശ്യമായ ഒരു ക്രമീകരണം ഉണ്ടാക്കുന്നത് എന്തുകൊണ്ടും അനുയോജ്യമാണെന്ന് ഞങ്ങൾ വിലയിരുത്തുന്നു. അത്തരത്തിലൊരു നീക്കം ഉണ്ടാകണമെന്ന് ബഹുമാനപ്പെട്ട ഭരണാധികാരികളോട്, ബഹുമാനപ്പെട്ട പൊതു നേതാക്കളോട് അഭ്യർത്ഥിക്കുകയാണ്. നിലവിൽ വിവിധയിടങ്ങളിൽ നിന്ന് കട്ടപ്പനയിലേക്ക് എത്തുന്നവർ പ്രധാന ടൗൺ റോഡുകളെ മാത്രമാണ് ആശ്രയിക്കുന്നത്. നഗരത്തിന് ചുറ്റും നിരവധിയായ ബൈ റോഡുകളുണ്ടെങ്കിലും ആളുകൾ അവ ഉപയോഗിക്കുന്നില്ല. ചെറുതോണി ഭാഗത്തു നിന്ന് വരുന്ന ആളുകൾ വെള്ളയാങ്കുടിയിൽ നിന്നും ITI ജംഗ്ഷൻ വഴി പള്ളിക്കവലയിലേക്ക് എത്തിയാൽ ഗതാഗത കുരുക്കിൽ നിന്ന് രക്ഷപ്പെടാൻ സാധിക്കും. ഒപ്പം പുളിയന്മല ഭാഗത്തു നിന്ന് ചെറുതോണി ഭാഗത്തേക്ക് പോകേണ്ടവർ എടശ്ശേരി ജംഗ്ഷനിൽ നിന്ന് തിരിഞ്ഞ SN ജംഗ്ഷൻ വഴി വെട്ടിക്കുഴക്കവലിയിലെത്തി പ്രധാന റോഡിലേക്ക് യാത്ര ചെയ്താൽ ഗതാഗത കുരുക്കിന് പരിഹാരം കാണാൻ സാധിക്കും. എന്നാൽ ഇത്തരത്തിലെ സംവിധാനമൊരുക്കാൻ നഗരസഭയോ മറ്റ് അധികൃതരോ ശ്രദ്ധ ചെലുത്തുന്നില്ല. റോഡുകളുടെ ശോചനീയാവസ്ഥയും ദിശാബോർഡുകളുടെ അഭാവവും ആളുകളെ ബൈ റോഡുകൾ ഉപയോഗിക്കുന്നതിൽ നിന്നും പിന്തിരിപ്പിക്കുകയാണ്. അയ്യപ്പൻകോവിൽ മേഖലയിൽ പെയ്ത വേനൽ മഴയിൽ ഇടപ്പൂക്കുളം ആലടി റോഡിൽ പടുകൂറ്റൻ മരം വീണ് ഗതാഗതം തടസ്സപ്പെട്ടു. കട്ടപ്പന ഫയർഫോഴ്സ് എത്തി മരം മുറിച്ചു മാറ്റിയാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത്. കഴിഞ്ഞ ദിവസം അയ്യപ്പൻകോവിൽ മേഖലയിൽ പെയ്ത ശക്തമായ മഴയിലാണ് പടുകൂറ്റൻ മരം റോഡിലേക്ക് കടപുഴകി വീണത്. മേരികുളം പുല്ലുമേട് റോഡിൽ നിന്നും ഇടപ്പൂക്കുളം ആലടി ഗേറ്റ് റോഡ് കടന്നു പോകുന്ന ഭാഗത്താണ് മരം വീണത്. ഇതോടെ ഇതുവഴിയുള്ള ഗതാഗതം പൂർണ്ണമായും നിലച്ചു. പിന്നീട് കട്ടപ്പന ഫയർഫോഴ്സിൽ വിവരമറിയിക്കുകയും തുടർന്ന് ഫയർഫോഴ്സ് സംഘം സ്ഥലത്തെത്തി ഏറെ പണിപ്പെട്ടാണ് മരം മുറിച്ചുമാറ്റി ഗതാഗതം പുനഃസ്ഥാപിച്ചത്. മേഖലയിൽ അപകട ഭീഷണി ഉയർത്തി നിൽക്കുന്ന മരങ്ങൾ വെട്ടിമാറ്റാൻ നടപടി സ്വീകരിക്കുമെന്ന് അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്ത് അംഗം നിഷാമോൾ ബിനോജ് പറഞ്ഞു.
അയ്യപ്പൻകോവിൽ ഗ്രാമപഞ്ചായത്തിൽ 12-ാം വാർഡിൽ ആലടി പൂവന്തിക്കുടി ഇടപ്പോക്കുള റോഡിൽ പൂവന്തിക്കുടി മോൾവശത്തായിട്ട് വൻ മരം, പൂമല എസ്റ്റേറ്റിൻ്റെ വൻമരം കടപുഴകി രാത്രിയിൽ വേനൽമഴയായിരുന്നു. രാത്രി കാലത്താന്ന് തോന്നുന്നു ഈ മരം കടപുഴകി വീണിട്ടുണ്ട്. പക്ഷേ വൻ അപകടം ഒഴിവായി. രാത്രിയിലായിട്ട് പകൽ സമയത്താണ് വൻ ദുരന്തമുണ്ടായിരുന്നു. ഇവിടെ എപ്പോഴും നൂറുകണക്കിന് വണ്ടികൾ വന്നുകൊണ്ടിരിക്കുന്ന പാതയാണ്. നമുക്ക് അടിയന്തരമായിട്ട് ഫോറസ്റ്റിലും ഫയർഫോഴ്സിലും അറിയിച്ച് ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ വന്ന് സ്ഥലത്ത് വെട്ടി നീക്കുന്ന ദൃശ്യമാണ്. സൈഡിൽ അപകട ഭീഷണിയായിട്ട് പൂമല എസ്റ്റേറ്റിൽ തന്നെ ഒത്തിരിയധികം മരങ്ങൾ നിൽപ്പുണ്ട്. അതിന് ഫോറസ്റ്റിന്റെ ശ്രദ്ധയിൽപ്പെടുത്തുന്നുണ്ട്. ഫയർഫോഴ്സ് ഉദ്യോഗസ്ഥർ ഏറെ നേരം പരിശ്രമിച്ചാണ് ഗതാഗത തടസ്സം സൃഷ്ടിച്ച മരം റോഡിൽ നിന്നും മാറ്റിയത്. കഴിഞ്ഞ ദിവസം പെയ്ത ശക്തമായ മഴയിൽ അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിലെ വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറി. റോഡ് നിർമ്മാണത്തിലെ അപാകതയാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ കാരണമെന്ന് വ്യാപാരികൾ ആരോപിച്ചു. കട്ടപ്പന കുട്ടിക്കാനം സംസ്ഥാന പാത കടന്നു പോകുന്ന അയ്യപ്പൻകോവിൽ മാട്ടുക്കട്ടയിൽ മലയോര ഹൈവേയുടെ നിർമ്മാണത്തിന്റെ ഭാഗമായി റോഡിന്റെ ഉയരം കൂട്ടുകയും ഇതേ തുടർന്ന് റോഡിന്റെ ഇരുഭാഗത്തും വെള്ളം ഒലിച്ചു പോകാനുള്ള ഓട നിർമ്മാണം വൈകുന്നതുമാണ് വ്യാപാര സ്ഥാപനങ്ങളിൽ വെള്ളം കയറാൻ കാരണം. ഇതോടൊപ്പം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം കാരണം അപകടങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യത ഏറെയാണെന്നും പൊതുപ്രവർത്തകർ പറയുന്നു. ഒറ്റ മഴ വരുമ്പോഴത്തേക്കും മാട്ടുക്കട്ട ടൗണിന്റെ ഒരു സൈഡിലെ കടകളിനകത്ത് മൊത്തം വെള്ളം കയറുന്ന അവസ്ഥയാണ് ഇപ്പം നിലവിലുണ്ടായിരിക്കുന്നത്. മഴക്കാലം ആരംഭിച്ചിട്ട് പോലുമില്ല. അപ്പോൾ ഇത് ഈ റോഡ് നിർമ്മാണത്തിന്റെ അശാസ്ത്രീയമായ റോഡ് നിർമ്മാണം കൊണ്ടാണ് ഇത്ര വളരെ ഇതുപോലെ ഒരു ഈ റോഡ് കടകളെല്ലാം മുങ്ങിപ്പോകുന്ന അവസ്ഥയിലോട്ട് വെള്ളം കൊണ്ടായത്. ഈ റോഡ് ഇവിടെ ടൗണിൽ യാതൊരു കാരണവശാലും റോഡ് ഇത്രയും പൊക്കിപ്പടേണ്ട യാതൊരു കാര്യമുള്ളതല്ല. തന്നെയല്ല ഈ റോഡിന്റെ രണ്ട് സൈഡിലും ഓടയുള്ളതാണ്. ആ ഓട ആരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി ചിലരുടെയൊക്കെ ബുദ്ധിയുടെ ഭാഗമായി ആ ഓടകളൊക്കെ നികത്തിക്കൊണ്ട് ഓടയില്ലാത്ത തരത്തിലാണ് ഈ റോഡ് ഇവിടെ നിർമ്മിച്ചിരിക്കുന്നത്. ഇത് വളരെ ഒരു ഗൂഢാലോചനയുടെ ഫലമാണ്. ഇത് മറ്റാരെയൊക്കെ സംരക്ഷിക്കാൻ വേണ്ടി വലിയ വലിയ ആൾക്കാരെ സംരക്ഷിക്കാൻ വേണ്ടി ഉണ്ടാക്കിയിരിക്കുന്ന ഈ റോഡ് നിർമ്മാണം ഏറ്റവും വലിയ അപകടം മാർക്കറ്റിൽ ഉണ്ടാകാൻ പോവുകയാണ്. കാര്യം ഇവിടെ ആവശ്യമില്ലാതെ ഈ റോഡ് ഉയർത്തിക്കൊണ്ട് വേളാങ്കണ്ണിയും ഹോസ്പിറ്റലിന് അവിടെ വലിച്ചുകൊണ്ടുള്ള വഴി ഇപ്പോൾ വന്നാൽ അയ്യപ്പൻകോവിൽ തിരുന്ന വഴിയായിട്ട് വളവ് സെൻറ്റർ ഏറ്റവും കൂടുതൽ വളവും ഉണ്ടായി വലിയ അപകടത്തിൽ തീരുന്ന തരത്തിലാണ് ഈ റോഡ് ഉണ്ടാക്കി വെച്ചിരിക്കുന്നത്. അതിന് അടിയന്തരമായി ഇതിനെന്തെങ്കിലും ഒരു നടപടി ഉണ്ടായില്ലെങ്കിൽ നാട്ടുകാരെന്ന നിലയ്ക്ക് നാട്ടുകാരും ഇവിടുത്തെ വ്യാപാരികളെല്ലാം അങ്ങോട്ട് ഒരുപോലെ സമരരംഗത്തേക്ക് ഇറങ്ങേണ്ട ആവശ്യം വന്നിരിക്കുകയാണ്. ഇതിന് അടിയന്തരമായി ഇത് ആരെ സംരക്ഷിക്കാൻ വേണ്ടിയാണ് ഈ റോഡ് ഇങ്ങനെ ഉണ്ടാക്കിയത്, അതിനൊരു മാറ്റം ഉണ്ടാക്കി നല്ല രീതിയിൽ ഈ റോഡിന്റെ നിർമ്മാണം നടത്തുന്നതാണ് ഞാൻ പറയാം. കൂടാതെ വ്യാപാര സ്ഥാപനങ്ങളുടെ മുന്നിൽ ജൽജീവൻ മിഷൻ പൈപ്പ് ലൈൻ സ്ഥാപിക്കുന്നതിന്റെ ഭാഗമായി കുത്തിപ്പൊളിച്ചിട്ടിരിക്കുന്നതും പ്രതിസന്ധി സൃഷ്ടിക്കുന്നുണ്ട്. വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിനൊപ്പം റോഡിന്റെ അശാസ്ത്രീയ നിർമ്മാണം പരിശോധിക്കാൻ അധികൃതർ തയ്യാറാകണമെന്നാണ് വ്യാപാരികളുടെയും നാട്ടുകാരുടെയും ആവശ്യം. 130 കിലോ കുരുമുളക് മോഷ്ടിച്ചു കടത്താൻ ശ്രമിച്ച തമിഴ്നാട് സ്വദേശികളായ 3 പേരെ വണ്ടൻമേട് പോലീസ് അറസ്റ്റ് ചെയ്തു. മോഷണം നടന്നതിന് തൊട്ടു പിന്നാലെ ഉത്തമപാളയത്തു നിന്നുമാണ് മോഷ്ടാക്കളെയും 2 ബൈക്കുകളും ഉൾപ്പെടെ പോലീസ് കസ്റ്റഡിയിലെടുത്തത്. പുളിയന്മല ഗണപതി പാലത്തിന് സമീപത്തുള്ള സ്വകാര്യ എസ്റ്റേറ്റിൽ നിന്നുമാണ് 130 കിലോ ഉണക്ക കുരുമുളക് മോഷണം പോയത്. ഈ ഭാഗത്ത് 3 ബൈക്കുകളിൽ ചാക്കുകെട്ടുകളുമായി 3 പേരെ സംശയാസ്പദമായി കണ്ട സമീപവാസികൾ പോലീസിനെ വിവരമറിയിക്കുകയായിരുന്നു. ഇതനുസരിച്ച് SHO ഷൈൻകുമാറിന്റെ നിർദ്ദേശപ്രകാരം സബ് ഇൻസ്പെക്ടർ KN വിനോദ് കുമാറിന്റെ നേതൃത്വത്തിലുള്ള പോലീസ് സംഘം സ്ഥലത്തെത്തുകയും അന്വേഷണം ആരംഭിക്കുകയും ചെയ്തു. ലഭ്യമായ സൂചനകൾ അനുസരിച്ച് തമിഴ്നാട്ടിൽ നടത്തിയ അന്വേഷണത്തിലാണ് ഉത്തമപാളയത്തു നിന്നും പ്രതികളെ പിടികൂടിയത്. ഉത്തമപാളയം സ്വദേശികളായ മുരുകൻ, തപം, ചിന്നച്ചാമി എന്നിവരാണ് പിടിയിലായത്. മോഷണം പോയ കുരുമുളകും ഇത് കടത്താൻ ഉപയോഗിച്ച 2 ബൈക്കുകളും ഇവരിൽ നിന്നും പിടിച്ചെടുത്തു. സീനിയർ സിവിൽ പോലീസ് ഓഫീസർ ജോസഫ്, സിവിൽ പോലീസ് ഓഫീസർമാരായ സൽജോ മോൻ, ജെയ്മോൻ എന്നിവരും അന്വേഷണ സംഘത്തിൽ ഉൾപ്പെട്ടിരുന്നു. കോടതിയിൽ ഹാജരാക്കിയ പ്രതികളെ റിമാൻഡ് ചെയ്തു. കൊച്ചി ധനുഷ്കോടി ദേശീയപാതയിൽ അടിമാലി മച്ചിപ്ലാവ് ഷാപ്പമ്പടിക്ക് സമീപം കാർ കൊക്കയിലേക്ക് മറിഞ്ഞു. കോഴിക്കോട് നിന്നും മൂന്നാറിലേക്ക് എത്തിയ ആളുകൾ സഞ്ചരിച്ച വാഹനമാണ് അപകടത്തിൽപ്പെട്ടത്. അപകടത്തിൽ പരിക്കേറ്റ കാർ യാത്രികരെ അടിമാലിയിലെ ആശുപത്രികളിൽ പ്രവേശിപ്പിച്ചു. കോഴിക്കോട് നിന്ന് മൂന്നാറിലേക്ക് എത്തിയവരാണ് മച്ചിപ്ലാവ് ഷാപ്പമ്പടിക്ക് സമീപം അപകടത്തിൽപ്പെട്ടത്. നിയന്ത്രണം നഷ്ടമായ കാർ പാതയോരത്തെ കൊക്കയിലേക്ക് പതിക്കുകയായിരുന്നു. വാഹനത്തിൽ 8ഓളം യാത്രക്കാർ ഉണ്ടായിരുന്നതായാണ് വിവരം. പരിക്കേറ്റവരെ അടിമാലിയിലെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. അപകടശേഷം സ്ഥലത്തെത്തിയ സമീപവാസികൾ ചേർന്നാണ് പരിക്കേറ്റവരെ ആശുപത്രിയിൽ എത്തിച്ചത്. അടിമാലി പോലീസ് സ്ഥലത്തെത്തി തുടർ നടപടികൾ സ്വീകരിച്ചു. കഴിഞ്ഞ കുറച്ചു ദിവസങ്ങളായി ദേശീയപാതയിൽ അടിമാലി ഭാഗത്ത് വാഹനാപകടങ്ങൾ തുടർക്കഥയായിരിക്കുകയാണ്. മൂന്നാറിലേക്ക് എത്തുന്ന സഞ്ചാരികളുടെ തിരക്ക് കൂടിയതോടെയാണ് ദേശീയപാതയിൽ വാഹനാപകടങ്ങളും വർദ്ധിച്ചിരിക്കുന്നത്. ഉപ്പുതറയിൽ പെരിയാറിനോട് ചേർന്ന് പഞ്ചായത്ത് സ്ഥാപിച്ച പുതിയ കളിക്കളത്തിൽ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധന നടത്തി. ഇത് സംബന്ധിച്ച് പൊതുപ്രവർത്തകൻ നൽകിയ പരാതിയെ തുടർന്നാണ് ഡാം സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിഭാഗം പരിശോധന നടത്തിയത്. കഴിഞ്ഞ ദിവസമാണ് ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് വാട്ടർ അതോറിറ്റിയുടെ പമ്പ് ഹൗസിലേക്ക് പോകുന്നതിനു വേണ്ടി JCB ഉപയോഗിച്ച് വഴി നിർമ്മിച്ചത്. ഇതിനോട് ചേർന്ന തരിശുഭൂമിയിൽ കുട്ടികൾക്ക് കളിക്കുന്നതിനു വേണ്ടി പഞ്ചായത്ത് പുതിയ കളിക്കളവും തയ്യാറാക്കിയിരുന്നു.
എന്നാൽ കളിക്കളം നിർമ്മിച്ചിരിക്കുന്നത് പെരിയാർ ഉൾപ്പെടുന്ന സ്ഥലത്താണെന്ന് ആരോപിച്ചാണ് പൊതുപ്രവർത്തകനായ ബാബു മേച്ചേരിയിൽ പരാതി നൽകിയത്. ഇത് സംബന്ധിച്ചുള്ള പരാതിയുടെ അടിസ്ഥാനത്തിൽ ഡാം സേഫ്റ്റി വിഭാഗം ഉപ്പുതറയിലെത്തി കളിക്കളം സന്ദർശിക്കുകയും ചെയ്തു. ഈ സ്ഥലം ഇടുക്കി ഡാമിൻ്റെ കാച്ചുവണ്ടി ഏരിയയിൽപ്പെടുന്ന വാട്ടർ ലെവലിൽപ്പെടുന്ന സ്ഥലമാണ്. കഴിഞ്ഞ ദിവസം ഈ വാട്ടർ ടാങ്ക് ക്ലീൻ ചെയ്യുന്നതിന് വേണ്ടി വഴി സൗകര്യം ഇല്ലാഞ്ഞപ്പോൾ ഉപ്പുതറ ഗ്രാമപഞ്ചായത്ത് ഒരു സ്വകാര്യ വ്യക്തിയുടെ വഴി ബലമായി തന്നെ ബലം പ്രയോഗിച്ച് വെട്ടി ഉണ്ടാക്കിയ വഴിയാണിത്. ഈ വഴി അവരുടെ ആ വാട്ടർ അതോറിറ്റിയുടെ ഉപയോഗം കഴിഞ്ഞപ്പോൾ ആ സ്വകാര്യ വ്യക്തിയുടെ വഴി അടയ്ക്കുന്നതിന് പകരം ഈ സ്ഥലം ഇത് എല്ലാ വർഷത്തിലും വെള്ളം കയറുന്ന സ്ഥലം കൂടിയാണ്. ഡാം വെള്ളം വന്ന് കയറുന്ന സ്ഥലം കൂടിയാണ്. കാച്ചുവണ്ടി ഏരിയയുമാണ്. ഇവിടെ പഞ്ചായത്ത് ഒരു കളിസ്ഥലം ഉണ്ടാക്കിയിരിക്കുന്നതാണ് പ്രസിഡന്റിൻ്റെ ഒരു TV ചാനലിനകത്ത് കാണാൻ സാധിച്ചത്. ഒരു കാരണവശാലും നമുക്ക് അംഗീകരിക്കാൻ പറ്റില്ല. ഇതാര് നടത്തിയോ അവരുടെ പേരിൽ ജാമ്യമില്ല വകുപ്പ് ഇട്ട് കേസെടുക്കണമെന്നുള്ളതാണ് ഇത്. അതിനുള്ള ഞാൻ ഇതിൽ നടത്തിയിട്ടുള്ളത് ഞാൻ ഡാം സേഫ്റ്റി അതോറിറ്റിക്ക് പരാതി നൽകിയിരുന്നു. അതുപോലെ ഇടുക്കി ജില്ലാ കളക്ടർക്ക് പരാതി നൽകിയിരുന്നു. അതനുസരിച്ച് ഇന്ന് ഇവിടെ ഡാം സേഫ്റ്റിയുടെ ആൾക്കാർ ഇടുക്കിയുടെ KSCB ആൾക്കാർ വന്നിരുന്നു. അവർ പറഞ്ഞു ഇത് കർശനമായ നടപടി എടുക്കും എന്ന് ഉറപ്പെനിക്ക് വന്നിരുന്നു. ആവശ്യം എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ഈ പഞ്ചായത്ത് എടുത്തിരിക്കുന്ന ഈ കളിസ്ഥലത്തിലെ മണ്ണ് മുഴുവൻ ഡാമിലേക്കാണ് വരുന്നത്. അപ്പോൾ അതുകൊണ്ട് അത് പൂർവ്വസ്ഥിതിയിലാക്കണം എന്നുള്ളതാണ് പറയുന്നത്. പെരിയാറിനോട് ചേർന്ന ഭാഗത്തായതിനാൽ പദ്ധതി പ്രദേശത്ത് വെള്ളം നിറയുമ്പോൾ മുങ്ങിപ്പോകാറുള്ള സ്ഥലത്താണ് പഞ്ചായത്ത് കളിക്കളം സ്ഥാപിച്ചിരിക്കുന്നതെന്ന് പരാതിയിൽ പറയുന്നു. കൂടാതെ KSCBയുടെ സ്ഥലമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് പൊതുപ്രവർത്തകൻ പരാതി നൽകിയത്. സ്ഥലം സംബന്ധിച്ച രേഖകൾ ഡാം സേഫ്റ്റി വിഭാഗം പരിശോധിച്ചു. ആവശ്യമായ നടപടികൾ സ്വീകരിക്കുമെന്നും ഡാം സേഫ്റ്റി എഞ്ചിനീയറിംഗ് വിഭാഗം അറിയിച്ചു. സംസ്ഥാന സഹകരണ വകുപ്പിന്റെ നേതൃത്വത്തിൽ കൺസ്യൂമർ ഫെഡുമായി സഹകരിച്ച് ആരംഭിക്കുന്ന സ്റ്റുഡൻസ് മാർക്കറ്റുകളുടെ ഇടുക്കി ജില്ലാതല മാർക്കറ്റ് കട്ടപ്പന നഗരസഭാ കെട്ടിടത്തിൽ ആരംഭിക്കുന്നതായി അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണിയേക്കാൾ 20% മുതൽ 40% വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും. കൺസ്യൂമർ ഫെഡിന്റെ സ്വന്തം ഉൽപ്പന്നമായ ത്രിവേണി നോട്ട്ബുക്കുകൾ, പ്രമുഖ ബ്രാൻഡുകളുടെ കുട, ലഞ്ച് ബോക്സ്, ബാഗ് തുടങ്ങി വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ മുഴുവൻ സാധനങ്ങളും പൊതുവിപണി വിലയേക്കാൾ 20% മുതൽ 40% വരെ വിലക്കുറവിൽ സ്റ്റുഡൻസ് മാർക്കറ്റിൽ ലഭ്യമാകും. ജൂൺ 15 വരെ വിപണി പ്രവർത്തിക്കും. ഇടുക്കി ജില്ലയിലെ വിവിധ സർവീസ് സഹകരണ ബാങ്കുകളുമായി ചേർന്ന 8 സ്റ്റുഡൻസ് മാർക്കറ്റുകളും കൺസ്യൂമർ ഫെഡറേഷൻ ജില്ലയിലെ ത്രിവേണി സൂപ്പർ മാർക്കറ്റുകളിലൂടെയും സ്റ്റുഡൻസ് മാർക്കറ്റ് സംഘടിപ്പിക്കുന്നുണ്ട്. സ്കൂൾ തുറക്കുന്നതുമായി ബന്ധപ്പെട്ട് നമ്മുടെ സാമ്പത്തിക സ്ഥിതി വളരെ മോശമായിരിക്കുന്ന അവസ്ഥയിൽ മാതാപിതാക്കൾക്ക് ഒരു ആശ്വാസം നൽകുക എന്നതിൻ്റെ ഭാഗമായി കൺസ്യൂമർ ഫെഡ് കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം 500 സ്കൂൾ വിപണികൾ ആരംഭിക്കുകയാണ്. ഇടുക്കി ജില്ലാതല സ്കൂൾ വിപണി കട്ടപ്പന നഗരസഭാ ബിൽഡിങ്ങിൽ 15-ാം തീയതി മുതൽ മെയ് 15 മുതൽ ജൂൺ 15 വരെ ഒരു മാസത്തെ കാലത്തേക്ക് നടത്തുന്ന വിവരം അറിയിക്കാനാണ് ഞങ്ങൾ ഇവിടെ എത്തിയിട്ടുള്ളത്. പൊതുവിപണിയേക്കാൾ 20% മുതൽ 40% വരെ വിലക്കുറവിൽ വിദ്യാർത്ഥികൾക്ക് ആവശ്യമായ എല്ലാ സാധനങ്ങളും അത്രയും വലിയൊരു വിലക്കുറവിൽ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് കൺസ്യൂമർ ഫെഡിൻ്റെ പ്രത്യേകത. കൺസ്യൂമർ ഫെഡ് സ്വന്തമായി നിർമ്മിക്കുന്ന ത്രിവേണി നോട്ട്ബുക്കുകൾ ഉൾപ്പെടെയുള്ള കൺസ്യൂമർ ഫെഡിൻ്റെ സ്വന്തമായ ഉൽപ്പന്നങ്ങളും അതോടൊപ്പം നമ്മുടെ സംസ്ഥാനത്തെ വിവിധ സഹകരണ സ്ഥാപനങ്ങൾ ഉൽപ്പാദിപ്പിക്കുന്ന കുട്ടികൾക്ക് ആവശ്യമായിട്ടുള്ള പഠനോപകരണങ്ങളും കുടുംബശ്രീ യൂണിറ്റുകൾ നിർമ്മിക്കുന്ന പഠനോപകരണങ്ങളുമാണ് ഈ കൺസ്യൂമർ ഫെഡിൻ്റെ സ്കൂൾ വിപണിയിലൂടെ വിതരണം ചെയ്യുന്നത്. അതോടൊപ്പം പ്രമുഖ കമ്പനികളുടെ കുട, ബാഗ്, സ്കൂൾ പഠനത്തിന് ആവശ്യമായിട്ടുള്ള ബോക്സുകൾ ഉൾപ്പെടെ പേന, പെൻസിൽ ഉൾപ്പെടെയുള്ള മറ്റ് പഠനോപകരണങ്ങളും ഈ മാർക്കറ്റിൽ ലഭ്യമാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ഈ കമ്പനി ഉടമകളും കൺസ്യൂമർ ഫെഡുമായിട്ടുള്ള ധാരണയുടെ അടിസ്ഥാനത്തിൽ പൊതുവിപണിയേക്കാൾ 40% വരെ വില കുറച്ച് ഉൽപ്പന്നങ്ങൾ വിതരണം ചെയ്യുന്നു എന്നുള്ളതാണ് ഇതിൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത. വേനലവധി കഴിഞ്ഞ് സ്കൂൾ തുറക്കുന്ന സമയത്തുണ്ടാകുന്ന പൊതുവിപണിയിലെ വിലക്കയറ്റത്തെ പിടിച്ചു നിർത്തി രക്ഷിതാക്കൾക്ക് സഹായമാകുന്നതിനാണ് ഇത്തരത്തിലൊരു സംരംഭം ആരംഭിച്ചിട്ടുള്ളത്. ഫാൻസി ബാഗുകളും ബ്രാൻഡഡ് കുടകളും വിപണിയിൽ ലഭ്യമാകും. കൂടാതെ കുടുംബശ്രീയുടെ ബാഗുകളും സഹകരണ ഉൽപ്പന്നമായ മാരാരിയുടെ കുടയും സജ്ജീകരിച്ചിട്ടുണ്ട്. ബ്രാൻഡ് അനുസരിച്ച് ശരാശരി 650 രൂപ മുതൽ 2500 രൂപ വരെയാണ് ബാഗുകളുടെ വില. 300 രൂപ മുതലാണ് കുടകൾ ലഭ്യമാകുന്നത്. വാർത്താ സമ്മേളനത്തിൽ തോമസ് മൈക്കിൾ, കെ രാജേഷ്, എസ് ജയ്സിംഗ്, കെ എൻ മഞ്ജു എന്നിവർ പങ്കെടുത്തു.
പ്ലസ് ടു പരീക്ഷയിൽ കട്ടപ്പന ഓസാനം സ്കൂളിലെ 91 വിദ്യാർത്ഥികളിൽ 90 പേരും ഉന്നത വിജയത്തിന് അർഹരായി. 8 വിദ്യാർത്ഥികൾ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയും 5 വിദ്യാർത്ഥികൾ ഒരു വിഷയത്തിനൊഴികെ A+ നേടിയും സ്കൂളിന് അഭിമാനമായി. ഹോം സയൻസ് ബാച്ചിലെ എല്ലാ വിദ്യാർത്ഥികളും വിജയിച്ചു. മികച്ച റിസൾട്ടിലൂടെ സ്കൂളിന്റെ അഭിമാനമായി മാറിയ വിദ്യാർത്ഥികളെയും അധ്യാപകരെയും മാനേജർ ഫാദർ ജോസ് മാത്യു പറപ്പള്ളിൽ, പ്രിൻസിപ്പൽ ഫാദർ മനു മാത്യു, PTA പ്രസിഡന്റ് സജി നല്ലുവീട്ടിൽ എന്നിവർ അഭിനന്ദിച്ചു. വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹൈസ്കൂളിൽ SSLC പരീക്ഷയിൽ മുഴുവൻ വിഷയങ്ങൾക്കും A+ നേടിയ കുട്ടികളെ അധ്യാപകരുടെയും PTA അംഗങ്ങളുടെയും നേതൃത്വത്തിൽ വീട്ടിലെത്തി അനുമോദിച്ചു. മധുരം നൽകിയ ആശംസകൾ അറിയിച്ചാണ് അധ്യാപകരും PTA അംഗങ്ങളും കുട്ടികളുടെ വീട്ടിൽ നിന്നും മടങ്ങിയത്. 2023-24 അധ്യയന വർഷത്തിൽ വണ്ടിപ്പെരിയാർ പഞ്ചായത്ത് ഹയർ സെക്കൻഡറി സ്കൂളിൽ SSLCക്ക് തമിഴ്, മലയാളം, ഇംഗ്ലീഷ് മീഡിയങ്ങളിൽ 187ഓളം കുട്ടികളാണ് പരീക്ഷ എഴുതിയത്. ഇതിൽ 100% വിജയം കൈവരിക്കാനായി എന്നത് സ്കൂളിന് അഭിമാന നേട്ടമാണ്. ഇതോടൊപ്പമാണ് തോട്ടം മേഖലയിലെ പിന്നോക്ക വിഭാഗങ്ങളുടെ കുട്ടികൾ പഠിക്കുന്ന സ്കൂളിൽ 4 കുട്ടികൾ എല്ലാ വിഷയങ്ങൾക്കും A+ നേടിയത്. ഈ വിജയം കുട്ടികളുടെ വീട്ടിലെത്തിയാണ് അധ്യാപകരും PTA അംഗങ്ങളും ആഘോഷിച്ചത്. ഡൈമുക്ക് ആനക്കുഴി സ്വദേശി കനിലൻ കെ, അമല സാബു, പാമ്പനാർ സ്വദേശി അഖിൽ ബി പിള്ള, ഗ്രാമ്പി സ്വദേശിനി മനീഷ മഹേന്ദ്രൻ, അക്ഷയ എസ് എന്നിവരുടെ വീടുകളിലെത്തിയാണ് അധ്യാപകരും PTA അംഗങ്ങളും കുട്ടികളെ അനുമോദിച്ചത്. സ്കൂൾ ഹെഡ്മാസ്റ്റർ M മുരുകേശൻ, അധ്യാപകരായ തങ്കദുരൈ, ജസ്റ്റിൻ, അമൃതസെൽവി, PTA അംഗം സബീർ എന്നിവരടങ്ങുന്ന സംഘമാണ് കുട്ടികളുടെ വീട്ടിൽ എത്തി അനുമോദനം അറിയിച്ചത്. കാഞ്ചിയാർ നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ 83-84 ബാച്ച് സഹപാഠികളുടെ കൂട്ടായ്മയുടെ 1ാം വാർഷികവും സുവനീർ പ്രകാശനവും മെയ് 12-ാം തീയതി ഞായറാഴ്ച നടക്കുമെന്ന് അധികൃതർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. സ്കൂൾ മാനേജർ B ഉണ്ണികൃഷ്ണൻ നായർ ഉദ്ഘാടനം ചെയ്യും. ഇതിനോടകം നിരവധി ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ഏറ്റെടുത്ത് നടത്താൻ കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഗുരുതരമായ അസുഖം ബാധിച്ച നിരവധി ആളുകൾക്ക് ചികിത്സാ സഹായം നൽകാനും സ്കൂളിന്റെ അടിസ്ഥാന സൗകര്യ വികസനത്തിന് സാമ്പത്തിക സഹായം നൽകാനും സഹപ്രവർത്തകരെ സഹായിക്കാനും കൂട്ടായ്മയ്ക്ക് കഴിഞ്ഞു. ഇത്തവണ വാർഷിക ആഘോഷത്തിന്റെ ഭാഗമായി ഹൈറേഞ്ചിന്റെ കുടിയേറ്റ ചരിത്രവും സ്കൂളിന്റെ ചരിത്രവും അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളും സഹപാഠികളുടെ ലേഖനങ്ങളും കവിതകളും അടങ്ങുന്ന ഒരു സുവനീർ കൂടി പുറത്തിറക്കുകയാണ്. നരിയമ്പാറ മന്ന മെമ്മോറിയൽ ഹൈസ്കൂളിലെ 83-84 ബാച്ചിൽ പഠിച്ച SSLC വിദ്യാർത്ഥികളുടെ കൂട്ടായ്മയാണ് ഓർമ്മകളുടെ തിരുമുറ്റത്ത് ഒരിക്കൽ കൂടി എന്നുള്ളത്. ഈ കൂട്ടായ്മയുടെ 1ാം വാർഷികം ഈ വരുന്ന ഞായറാഴ്ച രാവിലെ 10 മണിക്ക് സ്കൂൾ ഓഡിറ്റോറിയത്തിൽ വെച്ച് നടത്തുന്നതിന് വേണ്ടി തീരുമാനിച്ചിരിക്കുകയാണ്. വാർഷികാഘോഷം സ്കൂൾ മാനേജർ ശ്രീ B ഉണ്ണികൃഷ്ണൻ നായരാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. പരിപാടിയുടെ അധ്യക്ഷനായി ഈ കൂട്ടായ്മയുടെ ചെയർമാൻ ശ്രീ സാൻഡി ജോർജ് ഉണ്ടാകും. ഇതോടൊപ്പം തന്നെ സ്കൂളിൻ്റെ ചരിത്രവും ഇടുക്കി ജില്ലയുടെ കുടിയേറ്റ ചരിത്രവും പ്രതിപാദിക്കുന്ന ഒരു സുവനീർ ഇറക്കുന്നതിന് വേണ്ടി ഞങ്ങളുടെ കൂട്ടായ്മ തീരുമാനിച്ചിട്ടുണ്ട്. അതിനുവേണ്ടിയുള്ള പ്രവർത്തനങ്ങൾ പൂർത്തീകരിച്ചിട്ടുണ്ട്. സുവനീർ ഒരു ചരിത്ര രേഖ കൂടിയായിരിക്കുമെന്നും അധികൃതർ പറഞ്ഞു. ഈ സുവനീറിൽ ആദ്യകാല ഹൈറേഞ്ചിൻ്റെ കുടിയേറ്റ ചരിത്രം വളരെ സമഗ്രമായിട്ട് തന്നെയാണ് പ്രതിപാദിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ നമ്മുടെ പൂർവ്വ അധ്യാപകരുടെ അനുഭവക്കുറിപ്പുകളും പൂർവ്വ വിദ്യാർത്ഥികളുടെ ലേഖനങ്ങളും കവിതകളും എല്ലാം ഉൾക്കൊള്ളുന്ന ഒരു ചരിത്ര പുസ്തകമായി ഈ സുവനീർ മാറും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. കഴിഞ്ഞ വർഷം ഇതേ രീതിയിൽ ഞങ്ങളുടെ കൂട്ടായ്മ സംഘടിപ്പിച്ചപ്പോൾ ഇവിടെ വെച്ച് ഞങ്ങൾ പറയുകയുണ്ടായി, ഇതൊരു നല്ല സംരംഭമായി മുന്നോട്ട് കൊണ്ടുപോകും എന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഷിബു ശ്രീധരൻ ചെയർമാനും AN സാബു എഡിറ്ററും എബ്രഹാം കുര്യൻ ട്രഷററുമായ സുവനീർ കമ്മിറ്റിയാണ് പ്രവർത്തനത്തിന് നേതൃത്വം നൽകുന്നത്. ചെയർമാൻ സാൻഡി ജോർജ് അധ്യക്ഷത വഹിക്കും. തുടർന്ന് സുവനീർ പ്രകാശനം ചെയ്യും. മുൻ അധ്യാപകരായ G ഗോപിനാഥൻ നായർ, CK ജേക്കബ്, VC ജോൺ, പൂർവ്വ വിദ്യാർത്ഥികളായ ഫാദർ തോമസ് മറ്റമുണ്ടയിൽ, ഫാദർ ജോർജ്, VR സജി, ഷിബു ശ്രീധരൻ, AN സാബു, സ്കൂൾ ഹെഡ്മാസ്റ്റർ N ബിന്ദു, PTA പ്രസിഡന്റ് CT ബിനു, ജനറൽ കൺവീനർ CR മുരളി, ആൻസമ്മ വർക്കി എന്നിവർ സംസാരിക്കും. തുടർന്ന് വിവിധ കലാപരിപാടികളും നടക്കും. വാർത്താ സമ്മേളനത്തിൽ ഭാരവാഹികളായ സാൻഡി ജോർജ്, CR മുരളി, VR സജി, ഷിബു ശ്രീധരൻ, AN സാബു, KP സാബു, മധുക്കുറുപ്പ്, KC സണ്ണി, ഓമന KV എന്നിവർ പങ്കെടുത്തു. അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി നിർമ്മാണം ആരംഭിച്ച ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങി. കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റ് നിർമ്മാണ ജോലികൾ ഒന്നും നടന്നിരുന്നില്ല. കാത്തിരിപ്പുകൾക്കൊടുവിൽ ഓഡിറ്റോറിയത്തിന്റെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു.
വർഷങ്ങൾക്ക് മുമ്പായിരുന്നു അടിമാലി സർക്കാർ ഹൈസ്കൂളിനായി ജില്ലാ പഞ്ചായത്തിന്റെ ഫണ്ട് അനുവദിച്ച് ഓപ്പൺ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിച്ചത്. സ്കൂൾ മുറ്റത്തുണ്ടായിരുന്ന പഴയ സ്റ്റേജ് പൊളിച്ചു നീക്കിയായിരുന്നു ജോലികൾക്ക് തുടക്കം കുറിച്ചത്. 30 മീറ്റർ നീളത്തിലും 20 മീറ്റർ വീതിയിലും ഓപ്പൺ ഓഡിറ്റോറിയം നിർമ്മിക്കുകയായിരുന്നു ലക്ഷ്യം. എന്നാൽ കെട്ടിടത്തിനായി വേണ്ടുന്ന അടിത്തറ നിർമ്മിക്കുകയും പില്ലറുകൾ വാർക്കുകയും ചെയ്തതൊഴിച്ചാൽ മറ്റു നിർമ്മാണ ജോലികൾ ഒന്നും നടന്നില്ല. കാത്തിരിപ്പിനൊടുവിൽ ഓഡിറ്റോറിയത്തിന്റെ നിർമ്മാണ പൂർത്തീകരണത്തിന് വഴിയൊരുങ്ങിയിരിക്കുകയാണ്. ജില്ലാ പഞ്ചായത്ത് തുക വകയിരുത്തിയതോടെ തുടർ നിർമ്മാണ ജോലികൾ ആരംഭിച്ചു. വൈകാതെ ഓഡിറ്റോറിയം യാഥാർത്ഥ്യമാകുമെന്ന പ്രതീക്ഷയിലാണ് കുട്ടികളും രക്ഷിതാക്കളും. നിർമ്മാണത്തിന് തുടക്കമിട്ട ശേഷം ജോലികൾ പാതിവഴിയിൽ നിലച്ചത് പ്രതിഷേധത്തിന് ഇടവരുത്തിയിരുന്നു. പൊതുവിദ്യാലയം എന്ന നിലയിൽ അടിസ്ഥാന സൗകര്യ വികസനത്തിന് മുതൽക്കൂട്ടാകേണ്ട നിർമ്മിതിയാണ് പലവിധ കാരണങ്ങൾ കൊണ്ട് പാതിവഴിയിൽ നിലച്ചു കിടന്നിരുന്നത്. ആദിവാസി മേഖലയിൽ നിന്നും തോട്ടം മേഖലയിൽ നിന്നുമൊക്കെ നൂറുകണക്കിന് വിദ്യാർത്ഥികൾ പഠനം നടത്തുന്ന വിദ്യാലയമാണ് അടിമാലി സർക്കാർ ഹൈസ്കൂൾ. കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തിന്റെയും ബ്ലോക്ക് പട്ടികജാതി വികസന വകുപ്പിന്റെയും നിയന്ത്രണത്തിൽ കോടാലിപ്പാറ പ്രീ മെട്രിക് ഹോസ്റ്റലിൽ 2024-25 അധ്യയന വർഷം 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്ന പെൺകുട്ടികൾക്ക് ട്യൂഷൻ നൽകുന്നതിനായി അധ്യാപകരിൽ നിന്നും അപേക്ഷ ക്ഷണിക്കുന്നു. ഹൈസ്കൂൾ വിഭാഗത്തിലേക്ക് ഇംഗ്ലീഷ്, ഹിന്ദി, കണക്ക്, സയൻസ്, നാച്ചുറൽ സയൻസ്, ഫിസിക്കൽ സയൻസ്, സോഷ്യൽ സയൻസ് എന്നീ വിഷയങ്ങളിൽ ബിരുദവും ബി.എഡ് യോഗ്യതയുള്ളവരും UP വിഭാഗത്തിൽ ബിരുദവും B.Ed TTC ഉള്ളവരും അപേക്ഷിക്കാം. കൂടുതൽ വിവരങ്ങൾക്ക് 8547630079 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. ഇനി നേർക്കാഴ്ചയിലേക്ക്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സഞ്ചാരികൾ ധാരാളമായി എത്തുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കണമെന്ന ആവശ്യം. നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ്. ശുചിമുറി സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിനോ കോട്ടപ്പാറയിൽ സൗകര്യമില്ല. ദിവസവും സ്വദേശികളും വിദേശികളുമായ നിരവധി വിനോദസഞ്ചാരികൾ എത്തുന്ന ഇടമാണ് കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ്. കോട്ടപ്പാറ വ്യൂ പോയിന്റിലെ സൂര്യോദയവും സൂര്യാസ്തമയുമൊക്കെ സഞ്ചാരികളുടെ ഇഷ്ട കാഴ്ചകളാണ്. പകൽ സമയത്ത് 100-ലധികം ട്രക്കിംഗ് ജീപ്പുകൾ ദിവസവും സഞ്ചാരികളുമായി കോട്ടപ്പാറ വ്യൂ പോയിന്റിൽ എത്താറുണ്ട്. സഞ്ചാരികളുടെ ഇഷ്ട കേന്ദ്രമായതോടെയാണ് കോട്ടപ്പാറയിൽ അടിസ്ഥാന സൗകര്യം ഒരുക്കണമെന്ന ആവശ്യം ഉയർന്നിട്ടുള്ളത്. നിലവിൽ വ്യൂ പോയിന്റിലേക്ക് എത്തുന്ന റോഡ് തകർന്ന നിലയിലാണ്. ശുചിമുറി സംവിധാനമോ മാലിന്യ നിക്ഷേപത്തിന് സംവിധാനങ്ങളോ കോട്ടപ്പാറയിൽ ഇല്ല. ടൂറിസം മേഖലയിൽ വളർന്നു വരുന്ന കുരിശുപാറ കോട്ടപ്പാറ വ്യൂ പോയിന്റ് നിലവിൽ കേരളത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് നിരവധി സഞ്ചാരികൾ അവിടെ വന്നു പോവുകയാണ്. മൂന്നാറിൽ നിന്നും നിരവധി ജീപ്പുകൾ തന്നെ എത്തുന്നുണ്ട് അവിടെ. എന്നാൽ ആ കോട്ടപ്പാറ വ്യൂ പോയിന്റിലേക്ക് പോകുന്ന റോഡ് വളരെ മോശമായ നിലയിലും അതുപോലെ തന്നെ അവിടെ എത്തുന്ന സഞ്ചാരികൾക്ക് ഒരു ടോയ്ലറ്റ് സൗകര്യങ്ങളോ അതുപോലെ വേസ്റ്റ് ഇടുന്നതിനുള്ള സൗകര്യങ്ങളോ ഒന്നുമില്ലാതെ വേസ്റ്റുകൾ വലിച്ചെറിയപ്പെടുന്ന രീതിയിലാണ് അവിടെ കാണുന്നത്. ഇതിന് എത്രയും പെട്ടെന്ന് ഈ പഞ്ചായത്തിൽ നിന്നും ഒരു വാച്ച് ടവറോ മറ്റോ പണിത് അവിടെ അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കിക്കൊണ്ട് അതിൽ നിശ്ചിത ഫീസ് ഈടാക്കിയാൽ പോലും കുഴപ്പമില്ലാന്നാണ് ഞങ്ങൾക്ക് തോന്നുന്നത്. എത്രയും പെട്ടെന്നുള്ള നടപടികൾ സ്വീകരിക്കണമെന്നാണ് ആവശ്യപ്പെടുവാനുള്ളത്. മാലിന്യ നിക്ഷേപത്തിന് സൗകര്യമില്ലാത്തതിനാൽ പ്ലാസ്റ്റിക് കുപ്പികളടക്കം പലയിടത്തും ചിതറിക്കിടക്കുന്ന സ്ഥിതിയുണ്ട്. വ്യൂ പോയിന്റിൽ വാഹനങ്ങൾ പാർക്ക് ചെയ്യുന്നിടത്ത് സോളാർ സംവിധാനത്താൽ ലൈറ്റുകൾ സ്ഥാപിക്കണമെന്ന ആവശ്യവും ഉയരുന്നുണ്ട്. സൂര്യോദയം കാണാൻ സഞ്ചാരികൾ അതിരാവിലെ ഇവിടെയെത്തും. ഈ സമയം ഇവിടെ വെളിച്ചമില്ലാത്ത സ്ഥിതി ഒഴിവാക്കാൻ ഇത് സഹായിക്കും. പള്ളിവാസൽ പഞ്ചായത്ത് സഞ്ചാരികളെ ആകർഷിക്കുന്നതിനായി അടിസ്ഥാന സൗകര്യങ്ങൾ ഒരുക്കുന്നത് സംബന്ധിച്ച ചില തീരുമാനങ്ങൾ കൈക്കൊണ്ടിരുന്നു. കാലതാമസം വരുത്താതെ ഇത് നടപ്പിൽ വരുത്തണമെന്നും ആവശ്യമുയരുന്നുണ്ട്. നേർക്കാഴ്ച നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. ഇനി കമ്പോള വില നിലവാരം. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. സൗത്ത് ഇന്ത്യൻ ഗ്രീൻ കാർഡമം കമ്പനി ഏലയ്ക്ക ലേല വിവരം. ആകലോട്ട് 186, വിൽപ്പനയ്ക്ക് വന്നത് 53,458, വിൽപ്പന നടന്നത് 53,110, കൂടിയ വില 2,780, ശരാശരി വില 2,016. കട്ടപ്പന കമ്പോളം. കുരുമുളക് കിലോഗ്രാമിന് 595 രൂപ, ഏലം കൂടിയ വില 2000, ഏലം ശരാശരി വില 1800.
കാപ്പിപ്പരിപ്പ് 320, ഗ്രാമ്പു 950, കൊക്കോ 165, റബ്ബർ 175. സ്വർണം വെള്ളി വിപണി. സ്വർണം ഗ്രാമിന് 6700 രൂപ, വെള്ളി 87. കമ്പോളം നിങ്ങൾക്കായി അവതരിപ്പിച്ചത് പ്രിയപ്പെട്ടവരുടെ സന്തോഷം പരിശുദ്ധമായ പൊന്നിലൂടെ KG's ജ്വല്ലറി, കോട്ടയം കട, സിൻസ് 1950. പ്രധാന വാർത്തകളിലേക്ക് ഒരിക്കൽ കൂടി. ദേവികുളം മുൻ MLA എസ് രാജേന്ദ്രനെതിരെ വിമർശനവുമായി മൂന്നാറിലെ CPM പ്രാദേശിക നേതൃത്വം. എസ് രാജേന്ദ്രൻ പാർട്ടിയെ ചാരി നിന്നുകൊണ്ട് സഹതാപ തരംഗം സൃഷ്ടിക്കുവാൻ ശ്രമിക്കുകയാണെന്ന് CPM മൂന്നാർ ഏരിയ സെക്രട്ടറി KK വിജയൻ. പാർട്ടിയിലെ ചില വ്യക്തികളെ രാജേന്ദ്രൻ തേജോവധം ചെയ്യാൻ ശ്രമിക്കുകയാണെന്നും ആരോപണം. കാഞ്ചിയാർ മറ്റപ്പള്ളിക്കവലിയിൽ വിട്ടൊഴിയാതെ കാട്ടാന ഭീതി. കഴിഞ്ഞ ദിവസം രാത്രിയിൽ ആന ജനവാസ മേഖലയ്ക്ക് സമീപം വരെ എത്തി. കാഞ്ചിയാർ ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് സാലി ജോളി രാജിവെച്ചു. ഗ്രാമപഞ്ചായത്ത് സെക്രട്ടറി അജി കെ തോമസിന് രാജി സമർപ്പിച്ചത് മുന്നണി ധാരണ പ്രകാരം 3.5 വർഷം പൂർത്തിയാക്കിയതോടെ. തേക്കടി കനാലിൽ കാണാതായ ആദിവാസി യുവാവ് രാജേഷിന്റെ മൃതദേഹം ലഭിച്ചു. മൃതദേഹം കണ്ടെത്തിയത് അഗ്നിശമന സേനയും പോലീസും നടത്തിയ തിരച്ചിലിൽ. രാജേഷിനെ കാണാതായത് കഴിഞ്ഞ ദിവസം വൈകിട്ട്. ഇതോടുകൂടി വാർത്താ ബുള്ളറ്റിൻ ഇവിടെ പൂർണ്ണമാകുന്നു. നമസ്കാരം.